ഐ നോബഡി മൂവി കണ്ടു. ഈ ഒരു പടത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഈ ഒരു പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല മിസ്റ്ററി മോഡിലാണ് പോകുന്നത്. ഭയങ്കര ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ പൃഥ്വിരാജിന്റെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല. ആ രീതിയിലാണ് പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴത്തേനും ഒരു നോർമൽ ടെംപ്ലേറ്റ് ത്രില്ലർ പടമായിട്ട് പടം മാറുവാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലൈമാക്സിന്റെ പോർഷനിലേക്ക് വരുവാണ്. അപ്പോഴാണ് അവിടുത്തെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള ഒരുപാട് സീനുകൾ ഭയങ്കര വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അതായത് കുറേ മോറൽ എത്തിക്സ് കൊണ്ടുവരിക, സന്മാർഗികമായിട്ടുള്ള പരിപാടികൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുക, അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അതിൽ തന്നെ ഇവൻ മിനിസ്ട്രി അല്ലെങ്കിൽ മന്ത്രിമാർ ഇടപെടുന്നു കേസ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ സ്ഥിരം മലയാള സിനിമയിൽ വരുന്ന ടെംപ്ലേറ്റ് ആയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. അമ്മാതിരി പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സ് പോർഷനിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു പടത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള എഫക്റ്റ് ഇമ്പാക്റ്റ് കുറച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതായത് ഈ ഒരു പടം തുടങ്ങുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ്. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാർ ചേസ്, ബാങ്ക് റോബറി, അങ്ങനെ ഭയങ്കര കോൺഫ്ലിക്റ്റുകളൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് പടം തുടങ്ങുന്നത്. അങ്ങനെ രീതിയിൽ തുടങ്ങിയിട്ട് കുറേ നല്ല ടെൻഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കുറേ റണ്ണിങ് ചേസിങ്, പൃഥ്വിരാജിൻ്റെ തന്നെ കുറേ ഇമോഷണൽ ആയിട്ടുള്ള പരിപാടികൾ, അങ്ങനെ എല്ലാം കൂടെ പോയി ഒരു സെക്കൻഡ് ഹാഫ് എത്തി നിർത്തിയിട്ട് പിന്നെ ആ ഒരു ഇതെല്ലാം മാറ്റിയിട്ട് മറ്റൊരു രീതിയിലേക്ക് ആക്കുന്ന പോലെ പടം തോന്നി. പടം എന്താ പറയുക, മോറൽ എത്തിക്സ് പറയുക, നല്ലവനാകാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ കുറച്ച് വെളുപ്പിക്കൽ പരിപാടികൾ ചെയ്യുന്ന പോലെയാണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് സീനുണ്ട്. ക്ലൈമാക്സ് സീനൊക്കെ കുറച്ചിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ മീൻ ക്ലീഷേ ബ്രേക്ക് ചെയ്യാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സീന് പർട്ടിക്കുലർലി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് മുമ്പുള്ള സീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ആയിട്ട് ഈ ഒരു എൻറ്റയർ സ്റ്റോറി ആയിട്ട് ഒട്ടും മാച്ചിങ് അല്ലാത്ത പോലെയാണ് തോന്നിയത്. അതായത് ഒരു പടത്തിനൊരു ഫ്ലോ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു പടം കണ്ട് തുടങ്ങി കണ്ട് 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 ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേനും ക്ലൈമാക്സ് കാണിക്കുന്നതെല്ലാം കുറേ വെറൈറ്റി സാധനങ്ങളാണ്. ഇതുവരെ കണ്ടതായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി, അങ്ങനെ ഒരു ട്വിസ്റ്റ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ട്വിസ്റ്റ് ഡിഫറെൻ്റ് ആണ്, ട്വിസ്റ്റ് പരിപാടികളൊന്നുമല്ല. പക്ഷേ ആ ഒരു മോറൽ സൈഡ് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കഥേനെ ഡിഫറെൻ്റ് ആക്കി കളഞ്ഞു, അങ്ങനെ പരിപാടിയാണ്. അപ്പോൾ ആ ഒരു മൊത്തത്തിലെ ഇമ്പാക്റ്റ് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി പടത്തിൻ്റെ. നല്ല ഹൈ ഇൻറ്റൻസിറ്റിയിൽ വന്ന് അവസാനം ഇമ്പാക്റ്റ് കുറഞ്ഞൊരു പരിപാടിയിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ഒരു പടത്തിനെ പറ്റി. ഒരു പടത്തിലെ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യാരക്ടേഴ്സ് എല്ലാം നല്ല വലിയ കുഴപ്പമില്ല. പറഞ്ഞ പാർവതി ദുര്യോധൻ്റെ ക്യാരക്ടർ, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ, ഇങ്ങനെ അവർക്ക് ചെയ്യാവുന്ന പരിപാടികളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്, സെറ്റാണ്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം, കുറേ ഇടങ്ങളിലൊക്കെ മ്യൂസിക് വർക്കൗട്ട് ആവുന്നുണ്ട്, ചില ഇടങ്ങളിലെല്ലാം ആവശ്യമില്ലാത്ത പോലെ തോന്നി പേഴ്സണലി. അങ്ങനെ കുറേ പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. സ്റ്റോറിയുടെ സംഗതിയിലാണ് മെയിനായിട്ടും ആ ഒരു സംഗതി വന്നിട്ടുള്ളത്, വെറൈറ്റി വന്നിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് മുഴച്ച് നിൽക്കുന്നുണ്ട്. ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും ഇതിനു വേണ്ടിയിട്ടാണോ ഈ ഒരു ബിൽഡപ്പ് മുഴുവൻ കൊണ്ടുത്ത് എത്തിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആ ഒരു പോർഷൻ വരുന്നത്. പിന്നെ മോറൽ ജസ്റ്റിഫിക്കേഷൻസ് വേണേൽ ഒരുപാട് പറയാം. കാരണം ഈ ഒരു പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ക്ലൈമാക്സ് അങ്ങനെ ആക്കിയത്, അങ്ങനെ ആക്കിയില്ലെങ്കിൽ അത് ശരിയാവില്ല, അങ്ങനെ തന്നെ വരാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ആസ് എ മൂവി എന്നുള്ള രീതിയിൽ, ഒരു പടം എന്നുള്ള രീതിയിൽ ആ ഒരു ഫീലിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പാക്റ്റ് അവിടെ കുറഞ്ഞു പോയതിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒരുപാട് പ്രസൻറ്റേഷൻ വൈസ് പരിപാടികളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ, എസ്പെഷ്യലി ഇവൻ ആമയുടെ മൊയലിൻ്റെ റെഫറൻസ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പ്രസൻറ്റേഷൻ വൈസ്. പിന്നെ സ്റ്റണ്ട് ആക്ഷൻ പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ വെറൈറ്റി പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് കമ്പാരിറ്റീവ്ലി ടെംപ്ലേറ്റ് ത്രില്ലർ മോഡിലേക്കാണ് പോകുന്നതെന്ന് അങ്ങനെ പോകുന്ന പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഗതി. പിന്നെ ക്ലൈമാക്സിൻ്റെ ആ ഒരു പോർഷനിലേക്ക് എത്തുമ്പോഴത്തേനും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നിന്ന ആ ഒരു കഥ ഭയങ്കരമായിട്ട് പ്രഡിക്റ്റബിൾ ആയിട്ട് മാറും. നമുക്ക് കൂടെ കാര്യങ്ങളൊന്നും നമുക്ക് ക്ലീഷായിട്ട് പറയാനേ പറ്റുള്ളൂ. ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് സ്റ്റോറി എൻറ്റയർലി ഏകദേശം മനസ്സിലായി. സോ ഇങ്ങനെ ആയിരിക്കും ഏകദേശം പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ അവിടെ കൊണ്ടുവന്നതല്ല ഒരു പക്ഷേ പ്രശ്നമായത്. അതിലും കൂടുതലായിട്ട് ആ ഒരു വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പോലെ ചിലയിടങ്ങളൊക്കെയാണ് ശ്രമിച്ചിട്ട് പോലെ തോന്നി. സമ്മാതിരി കുറേ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പേഴ്സണലി വർക്കാവാതെ തോന്നിയത്. ഇന്നത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഓവറോൾ
ഒരു ഡ്രാമ പടം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു മിസ്റ്ററി ത്രില്ലർ പടം തന്നെയാണിത്. ശരിക്കും ഒരു മിസ്റ്ററി ത്രില്ലർ റാനർ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതൽ വർക്കാവുന്നത്. പിന്നെ ക്ലൈമാക്സിൻ്റെ കാര്യം മോറൽ എത്തിക്സ് നോക്കി പോകുന്ന ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പടം അത്രമാത്രം വർക്കിംഗ് ആയിട്ടുള്ള ഒരു പടമായിരിക്കില്ല.